അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന് പറയുന്നവരോടാണ്. ദിലീപ് ശിക്ഷിക്കപ്പെട്ടാലാണോ, യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടാലാണോ അതിജീവിതയ്ക്ക് യഥാർത്ഥത്തിൽ നീതി ലഭിക്കുക? കുറ്റം ചെയ്തവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. പൊതുസമൂഹം കുറ്റക്കാരായി വിധിച്ചവരല്ല. നീതി കിട്ടിയില്ല എന്ന് കരുതുന്നവർക്ക് മേൽക്കോടതിയെ സമീപിക്കാം, അതവരുടെ അവകാശമാണ്. കുറ്റക്കാരെ ശിക്ഷിച്ച അതേ കോടതി തെളിവില്ലാത്തതിന്റെ പേരിൽ ഒരാളെ വെറുതെ വിടുമ്പോൾ അതിൽ അസ്വസ്ഥതപ്പെട്ടിട്ട് കാര്യമില്ല. പൊതുസമൂഹം കുറ്റക്കാരായി വിധിച്ചവരെ തെളിവില്ലാതിരുന്നിട്ടും ശിക്ഷിക്കുകയല്ല കോടതിയുടെ നീതിബോധം. സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ജനങ്ങളിൽ ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചില മാധ്യമങ്ങൾ കഥകൾ മെനഞ്ഞെടുക്കുന്നതും മാധ്യമ വിചാരണ നടത്തുന്നതും ന്യായീകരിക്കാനാകില്ല. സിനിമയുടെ പിന്നാമ്പുറത്തെക്കുറിച്ച് അറിയാമെന്ന് അവകാശപ്പെടുകയും അതിൽ പൊടിപ്പും തൊങ്ങലും കള്ളത്തരങ്ങളും കൂട്ടിച്ചേർത്ത് വിൽപ്പന ചരക്കാക്കി മാറ്റുകയും ചെയ്യുന്ന മാലിന്യ വിൽപ്പനക്കാർ സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും ഉണ്ട്. അവർ ആത്മപരിശോധന നടത്തുകയും തിരുത്തുകയും വേണം. കേരളം അതിജീവിതയ്ക്കൊപ്പമാണ്. കോടതി അതിജീവിതയ്ക്കും തെളിവുകൾക്കും ഒപ്പം നിന്നു. കോടതി വെറുതെ വിട്ടിട്ടും വെറുതെ വിടാത്ത സമൂഹം ജനാധിപത്യത്തിന്റെ ഭാഗമല്ല എന്നും സമ്മതിക്കേണ്ടതുണ്ട്. കോടതി വിധി അനുസരിച്ച് ദിലീപ് കുറ്റക്കാരനല്ല. മേൽക്കോടതി തിരുത്തുവോളം അതാണ് യാഥാർത്ഥ്യം. കോടതി നിരപരാധിയെ വിധിച്ചിട്ടും പോലീസും മാധ്യമങ്ങളും വികാരജീവികളും ചേർന്ന് സൃഷ്ടിച്ച പൊതുബോധം വളഞ്ഞുവെച്ച നിരവധി മനുഷ്യരുള്ള നാടാണിത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ.